ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ രണ്ടാമത്തെ രാജ്യമായി UAE തെരഞ്ഞെടുക്കപ്പെട്ടു. നാംബിയോയുടെ 2025 സുരക്ഷാ സൂചികയിലാണ് UAEയും ഖത്തറും മികച്ച നേട്ടം സ്വന്തമാക്കിയത്. UAE 100-ൽ 84.5 എന്ന ശ്രദ്ധേയമായ സുരക്ഷാ സൂചിക സ്കോർ നേടിയപ്പോൾ 84.2 സ്കോറുമായാണ് ഖത്തർ മൂന്നാമതെത്തിയത്. 84.7 സ്കോറുമായി യൂറോപ്യൻ രാജ്യമായ അൽഡോറ ഒന്നാം സ്ഥാനം നേടി. തായ്വാൻ 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. നാംബിയോയുടെ ഈ വർഷത്തെ സുരക്ഷാ റാങ്കിങ്ങിൽ GCC രാജ്യങ്ങൾ ആധിപത്യം സ്ഥാപിച്ചു. ആഗോളതലത്തിൽ 5-ാം സ്ഥാനം നേടി ഒമാനും UAEക്കും ഖത്തറിനോടൊപ്പം ആദ്യ 5 സ്ഥാനങ്ങളിലെത്തി. 76.1 സ്കോറുമായി 14-ാം സ്ഥാനത്തെത്തിയ സൗദി അറേബ്യയും 75.5 സ്കോറുമായി 16-ാം സ്ഥാനത്തെത്തിയ ബഹ്റൈനും ഉൾപ്പെടെ സുരക്ഷിതമായ ആദ്യ 20 രാജ്യങ്ങളിൽ 5 GCC രാജ്യങ്ങളാണ്. ശാസ്ത്രീയമായ രീതിയിൽ രാജ്യങ്ങളിലെ താമസക്കാർക്കിടയിൽ നടത്തിയ സർവേകളെ അടിസ്ഥാനമാക്കിയാണ് നാംബിയോ ലോക സുരക്ഷാ സൂചിക തയ്യാറാക്കിയത്. കുറ്റകൃത്യങ്ങളുടെ തോത്, സുരക്ഷാ ആശങ്കകൾ, അക്രമ കുറ്റകൃത്യങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള അനുഭവങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് സുരക്ഷാ കുറ്റകൃത്യ സൂചികകൾ തയ്യാറാക്കിയത്. 2025 വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സ് അഥവാ ആഗോള സന്തോഷ സൂചികയിൽ അമേരിക്ക, ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ്, സിംഗപ്പൂർ എന്നീ രാജ്യങ്ങളെയും മറ്റെല്ലാ അറബ് രാജ്യങ്ങളെയും പിന്നിലാക്കി UAE ആഗോളതലത്തിൽ 21-ാം സ്ഥാനം നേടിയിരുന്നു. ഗാലപ്പ് പുറത്തിറക്കിയ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2025 UAEയുടെ ഈ നേട്ടം. ഖത്തറിൽ ഈദുൽ ഫിത്തർ അവധി പ്രഖ്യാപിച്ചു. മാർച്ച് 30 മുതൽ ഏപ്രിൽ 7 വരെ രാജ്യത്തെ മന്ത്രാലയങ്ങൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും പൊതുസ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്ന് അമീറി ദിവാനി അറിയിച്ചു. ഈദുൽ ഫിത്തർ അവധി കഴിഞ്ഞ് ഏപ്രിൽ 8 പ്രവൃത്തി ദിവസമായിരിക്കും. ഔദ്യോഗികമായി 9 ദിവസമാണ് അവധി പ്രഖ്യാപിച്ചതെങ്കിലും ഈ ആഴ്ചയിലെ വാരാന്ത്യ അവധി ഉൾപ്പെടെ ജീവനക്കാർക്ക് 11 ദിവസത്തെ അവധി ലഭിക്കും. ഈ ആഴ്ചയിലെ അവസാന പ്രവൃത്തി ദിവസമായ വ്യാഴാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഏപ്രിൽ 8 മാത്രമേ ജോലിയിൽ പ്രവേശിക്കേണ്ടതുള്ളൂ. ഖത്തർ സെൻട്രൽ ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ഖത്തർ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് അതോറിറ്റി നിയന്ത്രിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുടെ അവധി സംബന്ധമായ തീരുമാനം QCB ഗവർണർ കൈക്കൊള്ളണമെന്നും അമീറി ദിവാനി അറിയിച്ചു. ഖത്തർ കലണ്ടർ ഹൗസിന്റെ പ്രഖ്യാപനമനുസരിച്ച് ഞായറാഴ്ചയായിരിക്കും ഖത്തറിൽ ഈദുൽ ഫിത്തർ എന്നാണ് കണക്കാക്കുന്നത്. രാജ്യത്തെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സാധാരണഗതിയിൽ 3 ദിവസമാണ് ഈദ് അവധി അനുവദിക്കാറുള്ളത്. എന്നാൽ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ 4-5 ദിവസം അവധി നൽകാറുണ്ട്. രാജ്യത്തെ പൊതു അവധി ദിവസങ്ങളിലും അനിവാര്യമായി പ്രവർത്തിക്കേണ്ട മന്ത്രാലയങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ചില ക്രമീകരണങ്ങളോടെ പ്രവർത്തിക്കും. ഇത് സംബന്ധമായ അറിയിപ്പ് അടുത്ത ദിവസങ്ങളിൽ മന്ത്രാലയങ്ങൾ നൽകുമെന്ന പ്രതീക്ഷയാണ്. ഏകീകൃത GCC ടൂറിസം വിസ വൈകുമെന്ന് ഒമാൻ പൈതൃക വിനോദസഞ്ചാര മന്ത്രി സാലിം ബിൻ മുഹമ്മദ് അൽ മഹ്റൂഖി. ഷൂറ കൗൺസിലിന്റെ 8ാമത് സെഷനിൽ നടന്ന ചർച്ചയിൽ ഏകീകൃത വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി സംസാരിക്കുകയായിരുന്നു മന്ത്രി. അംഗരാജ്യങ്ങളുടെ സുരക്ഷാ ആശങ്കകളും രാജ്യങ്ങൾക്കിടയിലെ വ്യത്യസ്ത വീക്ഷണകോണുകളും കാരണം ഇത് നടപ്പിലാക്കാൻ സമയമെടുക്കും. നിർദ്ദേശം ഇപ്പോഴും ഗവേഷണത്തിലും പഠനത്തിലുമാണ്. 2023 ഔദ്യോഗികമായി അംഗീകരിച്ച ഈ സംരംഭം GCCയിലുടനീളമുള്ള യാത്ര ലളിതമാക്കി ടൂറിസം വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണെങ്കിലും അതിന്റെ യാഥാർത്ഥ്യം ഇപ്പോഴും വെല്ലുവിളി നിറഞ്ഞതാണെന്നും മഹ്റൂഖി ചൂണ്ടിക്കാണിച്ചു. ഏകീകൃത GCC സന്ദർശന വിസ GCC ഗ്രാൻഡ് ടൂർസ് എന്ന പേരിലാണ് അറിയപ്പെടുക. വിസ കാലാവധി സംബന്ധിച്ച് അന്തിമ തീരുമാനമായില്ലെങ്കിലും 6 രാജ്യങ്ങളിലും സന്ദർശിക്കാൻ സാധിക്കുന്ന വിസയ്ക്ക് 30 ദിവസത്തെ കാലാവധി ഉണ്ടാകുമെന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു. യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള ഷെങ്കൻ വിസയെ മാതൃകയാക്കിയാണ് ഗൾഫ് സഹകരണ കൗൺസിൽ അംഗരാജ്യങ്ങൾ ഏകീകൃത വിസ അവതരിപ്പിക്കുന്നത്. ട്രാവൽ, ടൂറിസം, ഹോസ്പിറ്റാലിറ്റി, വ്യോമയാന മേഖലകളിൽ GCCയിൽ കുതിച്ചുചാട്ടമുണ്ടാകുമെന്നും വിലയിരുത്തലുണ്ട്. ലോകമെമ്പാടുമുള്ള വിനോദസഞ്ചാരികൾ ഗൾഫിനെ ലക്ഷ്യമാക്കും. ഒമാനിലടക്കം ഹ്രസ്വകാല വാടകക്കാർ വർദ്ധിക്കും. പുതിയ തൊഴിലവസരങ്ങൾ ഉണ്ടാവുകയും മൊത്തത്തിലുള്ള സമ്പദ്വ്യവസ്ഥയ്ക്ക് രാജ്യങ്ങൾക്ക് ഏറെ ഗുണകരമാവുകയും ചെയ്യും. 6 രാജ്യങ്ങളെയും ബന്ധിപ്പിക്കുന്ന ഏകീകൃത ടൂറിസ്റ്റ് റൂട്ടിനെക്കുറിച്ച് അതത് സർക്കാരുകൾ പഠനം നടത്തിയിട്ടുണ്ട്.
ഒമാനികൾക്ക് മിനിമം വേതനത്തിൽ ഗണ്യമായ വർധനവ് വരുത്തുന്ന കാര്യം സർക്കാർ സജീവമായി പരിഗണിക്കുന്നുണ്ടെന്നും ഇത് 400 ഒമാനി റിയാലായി നിശ്ചയിക്കാനുള്ള ശക്തമായ സാധ്യതയുണ്ടെന്നും തൊഴിൽ മന്ത്രി ഡോക്ടർ മഹദ് സെയ്ദ് അറിയിച്ചു. ഒരു പ്രാദേശിക വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ 400 ഒമാനി റിയാലാണ് മുൻഗണന നൽകുന്നതെങ്കിലും അന്തിമ തീരുമാനം കൂടുതൽ വിലയിരുത്തലിനും ചർച്ചകൾക്കും വിധേയമായിരിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. റമലാനിൽ അനധികൃത തെരുവ് കച്ചവടങ്ങൾ വ്യാപിച്ചതോടെ കർശന നടപടികളുമായി നഗരസഭ അധികൃതർ. ഉപഭോക്താക്കൾ കൂടുതലായി തേടിയെത്തുന്ന ഉൽപ്പന്നങ്ങളാണ് വാഹനങ്ങളിൽ വെച്ചും വഴിയരികിലെ മരത്തണലിലും കച്ചവടം തകൃതിയായി നടത്തുന്നത്. അധികൃത ലാബുകളിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാത്ത ഉൽപ്പന്നങ്ങളാണ് ഇത്തരത്തിൽ വിൽപ്പനയ്ക്കെത്തുന്നവയിൽ ഏറെയും. ഇത് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടവരുത്തുന്നതിനാലാണ് നഗരസഭ പരിശോധിക്കുന്നത്. അനുമതിയില്ലാതെ കച്ചവടം നടത്തുന്നവരാണ് ഇവരിൽ ഏറെയും. പഴം, പച്ചക്കറികളാണ് ഇത്തരത്തിൽ വഴിക്കച്ചവടക്കാരിൽ നിന്നും കൂടുതലായി ലഭിക്കുന്നത്. ജലാംശം കൂടുതലുള്ള പഴങ്ങൾക്ക് ആവശ്യക്കാർ കൂടുതലാണെന്നതിനാൽ ഇവ സുലഭമാണ്. തണ്ണിമത്തൻ, ഓറഞ്ച്, മുസമ്പി, വാഴപ്പഴം, മുന്തിരി തുടങ്ങിയവ തെരുവിലെത്തുന്ന കച്ചവടക്കാരിൽ നിന്നും ലഭിക്കും. വില കുറയുന്നതും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നുണ്ട്. രാജ്യത്തെ ഫാമുകളിൽ നിന്നും പഴം, പച്ചക്കറി മാർക്കറ്റുകളിൽ നിന്നും ശേഖരിച്ചാണ് ഇവ വിപണിയിൽ എത്തിക്കുന്നത്. ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ ഒമാൻ ഇന്ന് കുവൈറ്റിനെ നേരിടും. ജാബിർ അൽ അഹമ്മദ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 10:15 മത്സരം. മുന്നോട്ടുള്ള പ്രയാണത്തിന് ഇന്നത്തെ വിജയം അനിവാര്യമാണെന്നിരിക്കെ മികച്ച പോരാട്ടം പുറത്തെടുക്കാൻ തയ്യാറെടുപ്പിലാണ് ഒമാൻ ടീം. മത്സരത്തിനായി ടീം പൂർണ്ണമായും ഒരുങ്ങിയിട്ടുണ്ട്. ടൂർണമെന്റിൽ മുന്നോട്ട് സഞ്ചരിക്കുന്നതിന് ഇന്നത്തെ മത്സരത്തിൽ വലിയ പരിശ്രമവും ശ്രദ്ധയും ആവശ്യമാണെന്ന് പരിശീലകൻ റാഷിദ് ജാബിർ പറഞ്ഞു. മൈതാനത്തെ പ്രകടനമാണ് മത്സരത്തിന്റെ ഫലം നിർണ്ണയിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു മത്സരമാണ് ഇന്നത്തേതെന്നും മികച്ച ഫലം കൈവരിക്കാൻ കാത്തിരിക്കുകയാണെന്നും പരിശീലകൻ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.